ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ അടുക്കളയിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി ക്ലീൻ ആക്കി സ്കിന്നോട് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുമ്പോൾ അവർ അത് സ്കിന്നോട് കൂടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതേ ടേസ്റ്റ് അതേ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കിന്നോട് കൂടി തന്നെ എടുക്കണം. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഓരോ ചിക്കനും എടുത്തിട്ട് അതിന് ഹോൾസ് ഇട്ട് കൊടുക്കുക. അവിടെയും ഇവിടെയും കട്ട് ചെയ്യാതെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മളെ മസാലയൊക്കെ നന്നായി ഇറങ്ങാനാണ്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. പാത്രത്തേക്ക് 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ 1/2 ടീസ്പൂണ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടതാണ് ഒനിയൻ പൗഡർ. അപ്പോൾ ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് പകരം ഗാർലിക് പൗഡർ വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ഒരു വലിയുള്ളിൻ്റെ ചെറിയൊരു ഭാഗം ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് ഞാൻ ഒരു അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒനിയൻ പൗഡറിന് പകരം ചെയ്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ കഷ്ണം ഇതിലേക്ക് ഇട്ടിട്ട് അത് നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഹോൾസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ നീരൊക്കെ നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ ചിക്കനൊക്കെ നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും ആ കപ്പിൽ തന്നെ 1/2 കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിന് പകരം നല്ല തണുത്ത പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് 1 കപ്പ് മുഴുവനായിട്ട് വന്നിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ അതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. നമ്മൾ ഈ ബ്രോസ്റ്റഡ് ചിക്കന് 2 കോട്ടിംഗ് ആണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു പാത്രത്തിൽ നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയല്ല, പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണ് നമുക്ക് മുളക് പൊടിയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കന് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കോട്ടിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോട്ടിംഗ് കൊടുക്കുക. അപ്പം നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മൈദൻ്റെ പൊടി ഉണ്ടല്ലോ അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് കോട്ടിങ് കൊടുക്കുക. അപ്പോൾ അത് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിലൊന്ന് ഒന്ന് കൊട്ടിയിട്ട് മറ്റൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ചിക്കനും അതേ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ പൊടി നന്നായി ഒന്ന് എത്തിച്ചു കൊടുക്കണം. നല്ല കൈ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ വെക്കുമ്പോൾ അത് നമുക്കൊന്ന് തട്ടി കൊടുക്കും വേണം. എന്നിട്ട് വേണം മറ്റൊരു പാത്രത്തിൽ വെക്കാനും. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ട് ബാക്കി വന്ന ഈ പൊടി നമുക്ക് ഒരു അരിപ്പയിലിട്ട് അതിൽ തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ അതിൽ നമ്മളെ കുറേ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടായാൽ പിന്നെ നമ്മളെ ചിക്കനിൽ ആ കോട്ടിങ് അധികം പിടിക്കൂല. അപ്പോൾ ഈ പൊടിയിൽ തന്നെ നമുക്ക് ഒന്നുകൂടി കോട്ടിങ് ചെയ്യാണ്ട് അപ്പോൾ ഇതിന് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ആ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് ആ ഒരു കലക്കി വെച്ച കോൺഫ്ലോറും മൈദ മിക്സ് ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് അതിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കുക.
എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ മൈദപ്പൊടിയിലേക്ക് നമ്മൾ ചിക്കനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലാണ് നമ്മൾ വീണ്ടും കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ കോട്ടിംഗ് ആണ്. അപ്പോൾ നന്നായി പ്രസ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായി പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിതിൽ ആ പൊടി പിടിപ്പിക്കാൻ. എന്നിട്ട് അത് പ്രസ് ചെയ്ത് മറ്റൊരു പാത്രത്തേക്ക് വെക്കുമ്പോൾ നന്നായി അതിൽ തന്നെ ബാക്കി വരുന്ന പൊടി അതിൽ തന്നെ തട്ടിയിട്ട് വേണം വെക്കാൻ. അതിൽ ബാക്കി എക്സ്ട്രാ പൊടി ഉണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ആ പുറമത്തെ ലെയർ നന്നായി എണ്ണ കുടിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ആ 2 ലെയറും കൊടുക്കുമ്പോൾ അതിൻ്റെ പുറമേ നല്ല വിള്ളൽ രൂപത്തിൽ കാണാം. ഇതേ രീതിയിലാവണം നമ്മുടെ ചിക്കന്. അപ്പോൾ ബാക്കി വരുന്ന ഇടക്ക് നമ്മുടെ പൊടി ഇങ്ങനെ ഒന്ന് അരിച്ചു കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ കോട്ടിങ് അത്രക്ക് അങ്ങോട്ട് പിടിക്കൂല. അപ്പോൾ എല്ലാ ചിക്കനും നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായ എണ്ണയ്ക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. എണ്ണ നന്നായി ചൂടായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചിക്കന് പുറമേ നന്നായിട്ട് ക്രിസ്പി ആയി പോവുകയും ചെയ്യും, ഉള്ളിൽ ചിക്കന് വേവും ചെയ്യില്ല. അപ്പോൾ നന്നായി ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കണ അതേ രീതിയിലുള്ള അതേ ടേസ്റ്റിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ അടുക്കളയിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.